നമസ്കാരം സുഹൃത്തുക്കളെ, ചോദ്യകലവറിയുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ SCRT പുതിയ SCRT 10ാം ക്ലാസ്സിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് SCRTയിലെ ടോപ്പിക്കുകളെല്ലാം ഈ ചോദ്യകലവറിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഹോട്ട് ടോപ്പിക്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു തരാം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്നത് ഫുള്ളും SCRTയിലാണ് കേട്ടോ. റിസർവ് ബാങ്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പുതിയ SCRT 10ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നോക്കാം. പണവും കേന്ദ്ര ബാങ്കും. എന്താണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, എന്താണ് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? നമുക്കറിയാം അല്ലെ, നമ്മുടെ ഒരു രാജ്യത്തിന്റെ പണ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പണത്തിന്റെ അതുപോലെ സങ്കോച വികാസങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. അപ്പൊ ഇതില് ഈ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട് നമ്മൾ നോക്കുക. പണവും കേന്ദ്ര ബാങ്കും. നമ്മുടെ രാജ്യത്ത് പ്രചാരത്തിലുള്ള കറൻസികളുടെയും നാണയങ്ങളുടെയും ഉറവിടം ഏതാണ്? ഈ പണത്തിന്റെ എല്ലാം അധികാരി ആരായിരിക്കും അല്ലെ? ഓരോ രാജ്യത്തും അതത് രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കുകളായിരിക്കും ഈ പണത്തിന്റെ എല്ലാം അന്തിമ അധികാരി. മനസ്സിലായോ? ഓരോ രാജ്യത്തും. അപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതത് രാജ്യത്തിന്റെ, ഏത് രാജ്യം? ഇന്ത്യ രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് RBI. ഓക്കെ, ഈ പണത്തിന്റെ എല്ലാം അന്തിമ അധികാരി. നോക്കാം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, റിസർവ് ബാങ്കിന്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണർ ആണ്. പഠിച്ചു വെക്കണേ, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ തന്നെ ചോദ്യം വരും കേട്ടോ. റിസർവ് ബാങ്കിന്റെ തലവൻ ആരാണ്? റിസർവ് ബാങ്ക് ഗവർണർ ആണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 35 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമായ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം 37 മുംബൈയിലേക്ക് മാറ്റി. 49 RBI ദേശസൽക്കരിക്കപ്പെടുകയും ചെയ്തു. അപ്പോ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഏപ്രിൽ മാസം, വിത്ത് മാസം അടക്കം പഠിക്കണം കേട്ടോ. ഏപ്രിൽ 1 കൊൽക്കത്ത ഫസ്റ്റ് നിലവിൽ വന്നത് എപ്പോഴാണ്? കൊൽക്കത്ത സ്റ്റേറ്റ്മെന്റ് ലെവൽ അടുത്ത എക്സാമിന് ഒക്കെ വരും, നോക്കിക്കോ കേട്ടോ. 35 ഏപ്രിൽ 1 കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത്. എന്നിട്ട് 1937 എന്ത് ചെയ്തു? ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും എവിടേക്ക് മാറ്റി? മുംബൈയിലേക്ക് മാറ്റി. മറക്കില്ലല്ലോ, മുംബൈയിലേക്ക് മാറ്റി. മനസ്സിലായോ? 49 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസൽക്കരിക്കപ്പെടുന്നത്. അപ്പൊ 34, 35, 37, 49 ഓരോന്നിന്റെയും പ്രത്യേകത വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം. 34 RBI ആക്ട്, 35 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ നിലവിൽ വന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, 37 കൊൽക്കത്ത ആസ്ഥാനം എന്നുള്ളത് മാറ്റിയിട്ട് മുംബൈ ആസ്ഥാനത്തേക്ക് മാറ്റി. അങ്ങനെ 49 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസൽക്കരിക്കപ്പെടുകയാണ് കേട്ടോ. സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും കേന്ദ്ര ബാങ്ക് ആണ്. ഓക്കെ, സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും കേന്ദ്ര ബാങ്ക് ആണ്. ഇനി റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓരോന്ന് നോക്കിക്കോ. കറൻസി അച്ചടിച്ചിറക്കുന്നു അല്ലെ. എന്താണ്? കറൻസി അച്ചടിച്ചിറക്കുന്നത് ആരാണ്? റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ്. ഓക്കെ, നമുക്ക് SCRTയിൽ എന്തൊക്കെ റിസർവ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞെന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കാം. എന്നിട്ട് അഡീഷണൽ പോയിന്റ്സ് ഞാൻ വേറെ പറഞ്ഞുതരാം കേട്ടോ. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നാണയങ്ങളും, ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ, നാണയങ്ങളും, നമ്മളിപ്പോ നമ്മുടെ കയ്യിലൊക്കെ 10 രൂപയുടെ 20 രൂപയുടെ നാണയങ്ങളൊക്കെ ഇല്ലേ, അതും 1 രൂപ നോട്ടും ഒഴികെയുള്ള, 1 രൂപയുടെ നോട്ടും ട്ടോ, 1 രൂപയുടെ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ഓക്കെ, നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെയുള്ള, അപ്പൊ നാണയങ്ങൾ അച്ചടിച്ചിറക്കുന്നത് ആരല്ല? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയല്ല. അതുപോലെ 1 രൂപയുടെ നോട്ടും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയില്ല. ബാക്കി എല്ലാ നോട്ടുകളും, വമ്പൻ നോട്ടുകളൊക്കെ അച്ചടിച്ചിറക്കുന്നത് ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, ഇനി നാണയങ്ങൾ, 1 രൂപ നോട്ട് എന്നിവ
എന്നിവ അച്ചടിച്ചിറക്കുന്നത്? ഇതാ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ്. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, നന്നായിട്ട് പഠിച്ചോളണേ. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള നാസിക് മഹാരാഷ്ട്ര ട്ടോ, ദേവാസ് എവിടെയാ? മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് BNML മൈസൂര് ട്ടോ, മൈസൂര് കർണാടകം, സാൽബോണി പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലുമുള്ള പ്രസ്സുകളിലാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. അപ്പൊ നമ്മളുടെ കയ്യിൽ ഇന്ന് കിട്ടുന്ന കറൻസികൾ അച്ചടിക്കുന്നത് എവിടെയൊക്കെയാണ്? ഒന്ന് നാസിക് എവിടെയാണ്? മഹാരാഷ്ട്ര. പഠിച്ചോ നാസിക് മഹാരാഷ്ട്ര. പിന്നെ എവിടെയാണ്? ദേവാസ് എവിടെയാ മക്കളെ? മധ്യപ്രദേശിലാണ്. ഇനി ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള പിന്നെ ഏതാണ്? BRBNML അല്ലേ? ഇതൊക്കെ പുതിയ അഡീഷണൽ പോയിന്റ് ആയിരിക്കില്ലേ നിങ്ങൾക്ക്? ഇതുവരെ പഠിക്കാത്ത പോയിന്റുകളാണ് അല്ലേ ഇതൊക്കെ കിട്ടുന്നത്. ആ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡിന്റെ മൈസൂര് അല്ലേ? മൈസൂർ എവിടെയാ? കർണാടകയിലാണ് അല്ലേ? കർണാടക. പിന്നെ സാൽബോണി എവിടെയാ? പശ്ചിമ ബംഗാൾ. ചിലപ്പോ നാളെ ചോദ്യം വരാം, റിസർവ് ബാങ്കിന്റെ പണം അച്ചടിച്ചിറക്കുന്ന സാൽബോണി ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാം. സാൽബോണി എവിടെയാ? പശ്ചിമ ബംഗാളിലാണ്. എന്നിവിടങ്ങളിലാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. നാസിക് മഹാരാഷ്ട്ര, ദേവാസ് മധ്യപ്രദേശ്, മൈസൂർ കർണാടക, സാൽബോണി പശ്ചിമ ബംഗാൾ. നാണയങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിലെ മിന്റുകളിലാണ്. നാണയങ്ങളിലെ മിന്റ് അല്ലെ? നാണയം. അപ്പോ നാണയങ്ങൾ അച്ചടിച്ചിറക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈ. എവിടെയാണ് നാണയങ്ങൾ? എവിടെയാണ്? മുംബൈ. പിന്നെ എവിടെയാ വരുന്നത് മക്കളെ? മുംബൈ. പിന്നെ എവിടെയാ? ഹൈദരാബാദ് കേട്ടോ, ഹൈദരാബാദ്. പിന്നെ എവിടെയാ പറയുന്നത്? നോയിഡ അല്ലെ? കൊൽക്കത്ത, നോയിഡ മറക്കരുതേ. അപ്പൊ ചെറിയ നാണയങ്ങളും 1 രൂപ നോട്ടും മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ ആണെങ്കിൽ വലിയ റുപ്പീസിലെ പൈസയൊക്കെ അച്ചടിച്ചിറക്കുന്നത്, നോട്ടുകളൊക്കെ അച്ചടിച്ചിറക്കുന്നത് നാസിക്, ദേവാസ്, മൈസൂര്, സാൽബോണി എന്നിവിടങ്ങളിലാണ്. ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെന്റ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിൻവലിക്കാം. ഇത് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നു. എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പറയുന്ന ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്? ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെന്റിന്റെ നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിൻവലിക്കും. അപ്പൊ 2000 രൂപയുടെയും 500 രൂപയുടെ നോട്ടൊക്കെ പിൻവലിച്ചില്ലേ? റിസർവ് ബാങ്ക് അച്ചടിച്ചിറക്കി അല്ലെ? 500 2000 നോട്ടുകൾ അച്ചടിച്ചിറക്കി. ഗവൺമെന്റ് ഓർഡർ ഇട്ടു, 2000 നോട്ട് ഉടൻ പിൻവലിക്കണം, 3-ാം തീയതി തൊട്ട് ഓർഡർ വന്നില്ലേ? ഓർഡർ വന്നു. അപ്പൊ ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്തു? ആ നോട്ടുകളൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിൻവലിച്ചു. അതിനെയാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിമോണിറ്റൈസേഷൻ? ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡിമോണിറ്റൈസേഷൻ? നോക്കിക്കേ, 2016 ഈ ഒരു ഡേറ്റും മാസം ഒക്കെ പഠിച്ചോളണം കേട്ടോ. നവംബർ 8 ആണ് 2016. നവംബർ 8 എന്താണ് 8ന്റെ പണി കിട്ടിയ ദിവസം അല്ലേ? 2000 രൂപയുടെ നോട്ടുകൾ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയില്ലേ അല്ലെ? നോക്കാം. 2016 നവംബർ 8 ഇന്ത്യയിൽ അടുത്ത കാലത്തായിട്ട് ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത്. അഴിമതി, കള്ളപ്പണം, ഭീകരവാദം, വ്യാജ കറൻസികൾ എന്നിവ തടയുകയായിരുന്നു ഉദ്ദേശം. അന്ന് വരെ നിലവിലുണ്ടായിരുന്ന ഏതൊക്കെ നോട്ടുകളാണ്? 500 രൂപയുടെയും 1000 രൂപ എന്നീ കറൻസി നോട്ടുകൾ ലീഗൽ ടെൻഡർ അല്ല എന്ന് പ്രഖ്യാപിച്ചു. 500 രൂപയുടെയും 2000 രൂപയുടെയും പുതിയ കറൻസികൾ അച്ചടിച്ചിറക്കി ഇല്ലേ? എന്നിട്ട് 500 രൂപയുടെ പഴയ ഇതിന്റെ പിക്ചർ മാറ്റിയിട്ട് പുതിയതിലേക്ക് മാറ്റി ഇല്ലേ? എന്നിട്ട് 2000 രൂപയുടെയും പുതിയ കറൻസികൾ അച്ചടിച്ചിറക്കി. പൊതുജനങ്ങൾക്ക് ഡിക്ലറേഷൻ ഇല്ലാതെ 2016 ഡിസംബർ 31 വരെ പഴയ കറൻസി നോട്ടുകൾ ബാങ്കുകളിലും ഡിക്ലറേഷനോടുകൂടി 2017 മാർച്ച് 31 വരെ RBIയിലും നിക്ഷേപിക്കാൻ അവസരമുണ്ടായിരുന്നു. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയ വർഷം ആലോചിക്കുക, 2016 നവംബർ മാസം 8ന്റെ പണി കിട്ടി എന്ന് ആലോചിക്കുക കേട്ടോ.
റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽ ഒന്ന് നമ്മൾ പറഞ്ഞു കറൻസി അച്ചടിച്ചിറക്കുന്നു എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ധർമ്മം എന്താണ്? രണ്ടാമത്തെ ബാങ്കുകളുടെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. ആപത്ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുക, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. അപ്പൊ ബാങ്കുകളുടെ ബാങ്ക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ഇനി മൂന്നാമത്തെ ധർമ്മം എന്താണ്? പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു. പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ ആനുപാതികമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ സംജാതമാകുന്നു. ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർധനവിന് കാരണമാകുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുനിലവാരം വർദ്ധിക്കുന്നത് പണപ്പെരുപ്പം എന്ന് അറിയപ്പെടുന്നു. പണപ്പെരുപ്പം പറഞ്ഞാൽ എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവില നിലവാരം വർദ്ധിക്കുന്നതാണ് പണപ്പെരുപ്പം. ഇതിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് ഇത് തയ്യാറാക്കുന്നത്. പണപ്പെരുപ്പം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. എന്താണ്? ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചിട്ടാണ് പണപ്പെരുപ്പം കണക്കാക്കുന്നത്. അത് ആരാ കണക്കാക്കുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO അല്ലെ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് ഇത് കണക്കാക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ കറൻസി അച്ചടിച്ചിറക്കുക, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക, പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. ഇനി നോക്ക്, 1 രൂപ നോട്ട് നാണയങ്ങളും അച്ചടിച്ചെടുക്കുന്ന ആരാണ് പറഞ്ഞു അല്ലെ. 1835 മുമ്പ് ഇന്ത്യയിൽ രൂപ 1835 900 അല്ല കേട്ടോ, 800 ആണെന്നുള്ളത് നോക്കണം. ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിന്റെ മറ്റു രൂപങ്ങളും ഉപയോഗിക്കപ്പെട്ടിരുന്നു. 1 രൂപ നോട്ട് നാണയങ്ങളും ഇന്ത്യ ഗവൺമെന്റ് അച്ചടിച്ചിറക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് റിസർവ് ബാങ്ക് ഇറക്കാത്തത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് വലിയ വലിയ റുപ്പീസ് ഒക്കെ ഗവൺമെന്റ് റിസർവ് ബാങ്ക് അച്ചടിച്ചിറക്കുന്നത്? എന്തുകൊണ്ടാണ് നാണയങ്ങളും 1 രൂപ നോട്ടും അച്ചടിച്ചിറക്കാത്തത്? 1835 ചരിത്ര കൺവെൻഷൻ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം, അപ്പൊ പേപ്പർ കറൻസി ആക്ട് ഏതാണ്? 1835 പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത്. വ്യാപാരം, വാണിജ്യം എന്നിവ സുഗമമാക്കുകയായിരുന്നു ഉദ്ദേശം. 1906 കോയിനേജ് ആക്ട്, 2011 കോയിനേജ് ആക്ട് എന്നിവ നാണയങ്ങൾ അച്ചടിച്ചെടുക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ് നൽകിയിരുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ അധികാരം നിലനിർത്തുന്നതിനാലാണ് 1 രൂപ നോട്ട് നാണയങ്ങളും അച്ചടിച്ചെടുക്കുന്നത്. അപ്പൊ ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തരും പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ 1 രൂപയുടെ നോട്ട് നാണയങ്ങളൊക്കെ അച്ചടിച്ചെടുക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ അവർ അച്ചടിച്ചെടുക്കുന്നത് എന്ന് പഠിക്കാനായിട്ട് പോയിട്ടില്ല അല്ലെ. അപ്പൊ മനസ്സിലായല്ലോ. 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത് വ്യാപാരം, വാണിജ്യം എന്നിവ സുഗമമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ അല്ലെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ഓക്കെ, അങ്ങനെ 906 കോയിനേജ് ആക്ട്, 2011 കോയിനേജ് ആക്ട് പ്രകാരം നാണയങ്ങൾ അച്ചടിച്ച ഈ 2 വർഷം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 906 2011 കോയിനേജ് ആക്ട് പ്രകാരം നാണയങ്ങൾ അച്ചടിച്ചെടുക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് നൽകിയിരുന്നു. പക്ഷെ ആ അധികാരം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. കേന്ദ്ര ഗവൺമെന്റ് അതെങ്കിലും ഒരു അധികാരമാണല്ലോ അല്ലെ. അപ്പൊ അതിൽ അങ്ങനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് 1 രൂപ നോട്ട് നാണയങ്ങളും ഒക്കെ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ തന്നെ കൊണ്ടുപോകുന്നത്. ഇനി അടുത്തത് ധർമ്മം എന്താ? വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണയ ശേഖരം എന്നത് വിദേശ കറൻസികൾ, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ്. ഇതിന്റെ എല്ലാം കാവൽക്കാരൻ RBI ആണ് കേട്ടോ. വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അടുത്തത് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഇന്ത്യയിലെ ബാങ്കിംഗ് പ്രവണത, പണനയ റിപ്പോർട്ടുകൾ, ഉപഭോക്തൃ സർവേകൾ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെന്റുകൾ തുടങ്ങിയ വിവിധ റിപ്പോർട്ടുകൾ RBI വിവിധ കാലയളവിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെ പ്രസിദ്ധീകരണങ്ങളാണ്? ബാങ്കിംഗ് പ്രവണത, പണനയ റിപ്പോർട്ട്, ഉപഭോക്തൃ സർവേ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെന്റ് തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് വിവിധ കാലയളവിൽ ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഗവൺമെന്റിന്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതും ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ആലോചിക്കും,
ആണോ എന്ന് ഒന്ന് ചിന്തിച്ചു പോകും. അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അതൊരു ധർമ്മമാണ്. ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതും ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യത, ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ, ധനകാര്യ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കൂടാതെ ഗവൺമെന്റിന്റെ പണനയം, ധനനയം തുടങ്ങിയവയിൽ ഉപദേശം നൽകുന്നത് റിസർവ് ബാങ്ക് ആണ്. ഗവൺമെന്റ് നടപ്പിലാക്കുന്നതാണ് പണനയവും ധനനയവും, അതിന് ഉപദേശം നൽകുന്നതും റിസർവ് ബാങ്ക് ആണ്. അപ്പൊ എന്താണ് ധനനയം? ഫിസ്ക്കൽ പോളിസി, നികുതി ചുമത്തൽ, ഗവൺമെന്റിന്റെ ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയം. നികുതി ചുമത്തൽ, ഗവൺമെന്റ് ചെലവ് എന്നിവയെ സംബന്ധിച്ച നയമാണ് ധനനയം. എന്താണ് പണനയം? മോണിറ്ററി പോളിസി, പണത്തിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയമാണ് പണനയം. ബാങ്കിന്റെ ധർമ്മങ്ങൾ നമ്മൾ SCERT ഫുള്ളുള്ള പഠിച്ചു. റിസർവ് ബാങ്ക് നിലവിൽ വന്നതിന്റെ ഇതൊക്കെ പഠിച്ചു. പിന്നെ എന്തൊക്കെയാണ് ധർമ്മങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചു. അപ്പൊ അതേപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടിയിട്ടൊന്ന് പഠിച്ചു നോക്കാം കേട്ടോ. അതായത് ഇപ്പൊ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽ ഒന്ന് വരുന്നത് നോട്ട് ഇറക്കൽ അല്ലേ, ഫസ്റ്റ് നോട്ട് അച്ചടിച്ചിറക്കൽ അല്ലേ, നോട്ട് ഇറക്കൽ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയാ, ഓർഡർ ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഗവൺമെന്റിന്റെ ബാങ്ക്, അത് നമ്മൾ പഠിച്ചു അല്ലെ, ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട്, ഗവൺമെന്റിന്റെ ബാങ്ക്. പിന്നെ എന്താ വരുന്നത്, ഓരോന്ന് ആലോചിച്ച് വേഗം പറയൂ. ബാങ്കുകളുടെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു അല്ലെ, ബാങ്കുകളുടെ ബാങ്ക്. പിന്നെ അടുത്തത് പിന്നെന്താടാ, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ. പഠിച്ചതൊക്കെ ഓർത്ത് വേഗം പറയണം കേട്ടോ, പഠിപ്പിച്ചതൊക്കെ വേഗം പറയണം. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ. പിന്നെ അടുത്ത പോയിന്റ് എന്താ പഠിച്ച, അടുത്ത പോയിന്റ് ആപൽഘട്ടങ്ങളിലെ സഹായി. ആപൽഘട്ടങ്ങളിലെ സഹായി. പിന്നെ എന്തൊക്കെയാണ് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങള്? പണ സപ്ലൈയുടെ നിയന്ത്രകൻ, ഇതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. പണ സപ്ലൈയുടെ നിയന്ത്രകൻ. അടുത്ത റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. നമ്മൾ പഠിച്ചില്ലേ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത്, ബുള്ളറ്റിനൊക്കെ. റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. നെക്സ്റ്റ് വൺ ധാർമ്മിക പ്രേരണ. എന്താണ് ധാർമ്മിക പ്രേരണ? നെക്സ്റ്റ് വൺ പ്രത്യക്ഷ നടപടികൾ അല്ലേ. അപ്പോ ഇവിടെ എന്താ ഈ നോട്ടിറക്കൽ? എന്താ നോട്ടിറക്കല്? രാജ്യത്ത് കറൻസി നോട്ട് അച്ചടിച്ചിറക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ബാങ്കിനാണ് അല്ലേ. രാജ്യത്ത് ഇവിടെ ശ്രദ്ധിക്കണേ, നോട്ടിറക്കൽ എന്ന് പറയുന്നതിൽ എന്താണ്, നമ്മുടെ രാജ്യത്ത് കറൻസി നോട്ട് അച്ചടിച്ചിറക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ഇനി എന്താ ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറയുന്നത്? എന്താണ് ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറയുന്നത്? ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അല്ലെ ഗവൺമെന്റിന്റെ നിക്ഷേപം സൂക്ഷിക്കുക, സർക്കാരിന് വേണ്ടിയിട്ട് ഇടപാടുകൾ നടത്തുക, ഇതൊക്കെ ചെയ്യുന്നത് ആരാ? കേന്ദ്ര ബാങ്ക് ആണ് അല്ലെ. സർക്കാരിന്റെ ഏജന്റ് ആയിട്ടും ഉപദേശകനായിട്ടും ഒക്കെ കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് വിദേശ കറൻസികളുടെ ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇപ്പൊ കടമെടുപ്പ് കാര്യങ്ങളൊക്കെ വരില്ലേ, അപ്പൊ ഗവൺമെന്റിന് വേണ്ടിയിട്ട് വിദേശ കറൻസികളുടെ ക്രയവിക്രയം നടത്തുന്നത് ആരാ? ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ബാങ്കുകളുടെ ബാങ്ക് എന്താണ്? ബാങ്കുകളുടെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. വാണിജ്യ ബാങ്കുകളായ, നമുക്കറിയാം വാണിജ്യ ബാങ്കിൽ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ് ഇന്ത്യയിലെ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. അപ്പൊ വാണിജ്യ ബാങ്കുകളുടെ ക്യാഷ് റിസർവില് ഒരു ഭാഗം സൂക്ഷിക്കുന്നത് ആരാണ്? ക്യാഷ് റിസർവ് പറഞ്ഞാ CR അല്ലെ. ആ വാണിജ്യ ബാങ്കുകളിൽ ഒരുപാട് ഡെപ്പോസിറ്റുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരുപാട് ഡെപ്പോസിറ്റുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഭാഗം സൂക്ഷിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഈ വാണിജ്യ ബാങ്കുകൾക്ക് ഹ്രസ്വകാല അളവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? ഫണ്ടുകളൊക്കെ നൽകാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വാണിജ്യ ബാങ്കുകളുടെ മേൽനോട്ടം വഹിക്കുക, അവയെ നിയന്ത്രിക്കുന്നതും ഒക്കെ ആരാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി വിദേശ നാണയ നിയന്ത്രണത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് പറഞ്ഞു അല്ലെ. അതെന്താണ്? വിദേശ നാണയത്തിന്റെയും സ്വർണത്തിന്റെയും ഒക്കെ കരുതൽ ശേഖരത്തിന്റെ ഒക്കെ സൂക്ഷിപ്പുകാരൻ ആരാണ്? സ്വർണത്തിന്റെയും വിദേശ നാണയത്തിന്റെയും ഒക്കെ സൂക്ഷിപ്പുകാരൻ ആരാണ്? കേന്ദ്ര ബാങ്ക് ആണ്. ഇനി എന്താ ആപൽഘട്ടങ്ങളിലെ സഹായി എന്ന് പറയുന്നത്?
എന്താണ് ഇപ്പൊ ഒരു വാണിജ്യ ബാങ്കിന് ഇപ്പൊ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വെച്ചിട്ടെന്ന് പറയാം അല്ലെ. വാണിജ്യ ബാങ്കായി ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എന്ന് വെക്കാം. ആ സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് വായ്പൊക്കെ അനുവദിക്കും. ആ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നതും ആരാണ്? അത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഈ വാണിജ്യ ബാങ്കുകളെ ആപൽഘട്ടങ്ങളിലെ സഹായി എന്ന് പറയുമ്പോൾ വാണിജ്യ ബാങ്കുകളെ ആപൽഘട്ടങ്ങളിൽ സഹായിക്കുന്നതാണ് എന്ത് പറയുന്നത്, ആപൽഘട്ടങ്ങളിലെ സഹായി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെ എന്താണ് പറയുക, എന്ത് പറയും, എന്താണ്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയും കേട്ടോ. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. എന്താ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്? വാണിജ്യ ബാങ്കുകളെ ആപൽഘട്ടങ്ങളിൽ സഹായിക്കുന്ന ധർമ്മത്തെയാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. പണ സപ്ലൈയുടെ നിയന്ത്രകൻ അടുത്തത് അല്ലെ. എന്താണ് പണ സപ്ലൈയുടെ നിയന്ത്രകൻ എന്ന് പറയുന്നത്? ഒരു സമ്പദ് വ്യവസ്ഥയില് പണത്തിന്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണവും ചുമതലപ്പെട്ടിരിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര ബാങ്കിനാണ് കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കേന്ദ്ര ബാങ്ക് കൈക്കൊള്ളുന്ന നയമാണ് ഏത്? പണനയം ട്ടോ. പണനയം. ഓക്കെ, നമ്മൾ നേരത്തെ പണനയം പറഞ്ഞു അല്ലെ. പണനയം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പണ സപ്ലൈയുടെ നിയന്ത്രകനില് എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയില് പണത്തിന്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണവും ചുമതലപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര ബാങ്കിനാണ്. അപ്പൊ ഈ പണ സപ്ലൈക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ബാങ്ക് കൈക്കൊള്ളുന്ന നയമാണ് പണനയം. ഇനി റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം അല്ലേ. ഓക്കെ, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. എന്താ റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം? ബാങ്കിങ്, കറൻസി, ധനകാര്യം അല്ലെ, എന്നിവയെ പറ്റിയിട്ടുള്ളൊക്കെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ സാമ്പത്തിക ആസൂത്രണത്തിനും നയരൂപീകരണത്തിനും ഒക്കെ എന്താണ് ഈ റിപ്പോർട്ടുകൾ സഹായകമായിട്ട് മാറും. ഇനി ധാർമ്മിക പ്രേരണ. എന്താ ധാർമ്മിക പ്രേരണ? ധാർമ്മിക പ്രേരണ. എന്താണ് ധാർമ്മിക പ്രേരണ റിസർവ് ബാങ്കിന്റെ? എന്താണ്? പണപ്പെരുപ്പ സമയത്ത് എന്ത് ചെയ്യും? പണപ്പെരുപ്പ സമയത്ത് എന്ത് ചെയ്യും? വായ്പയുടെ അളവ് കുറയ്ക്കും. ഓക്കെ, വായ്പയുടെ അളവ് എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പോ പണച്ചുരുക്ക സമയത്ത് എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ. പണച്ചുരുക്ക സമയത്ത് വായ്പയുടെ അളവ് കൂട്ടും. അപ്പൊ ഇതാണ് റിസർവ് ബാങ്കിന്റെ ഒരു ധാർമ്മിക പ്രേരണ എന്ന് പറയുന്നത്. അപ്പോ വാണിജ്യ ബാങ്കുകളെ പ്രേരിപ്പിക്കുകയും ഉപദേശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതായത് പണപ്പെരുപ്പ സമയത്ത് വായ്പയുടെ അളവ് കുറയ്ക്കാനും പണച്ചുരുക്ക സമയത്ത് വായ്പയുടെ അളവ് കൂട്ടാനും ഒക്കെ വാണിജ്യ ബാങ്കുകളെയൊക്കെ പ്രേരിപ്പിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേന്ദ്ര ബാങ്കാണ്. ഇനി പ്രത്യക്ഷ നടപടികൾ. എന്താണ് പ്രത്യക്ഷ നടപടി? എന്താണ് റിസർവ് ബാങ്കിന്റെ പ്രത്യക്ഷ നടപടി? കേന്ദ്ര ബാങ്കിന്റെ നയങ്ങൾക്ക് എതിരായിട്ട്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ നയം അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും പ്രവർത്തിച്ചു പോകുന്നത് അല്ലേ. അപ്പോ ഈ നയങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ മേല് കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന ശിക്ഷാ നടപടിയാണ് കേട്ടോ. അപ്പൊ ബാങ്കിന്റെ നയങ്ങൾക്കെതിരെ വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്കുകൾക്കെതിരെ ശിക്ഷാ നടപടി കൈക്കൊള്ളും. അപ്പൊ അതിനെയാണ് പ്രത്യക്ഷ നടപടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ പഠിച്ചത്? ഒന്ന്, നോട്ടിറക്കൽ പറഞ്ഞു. ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറഞ്ഞു. ബാങ്കുകളുടെ ബാങ്ക്, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ആപൽഘട്ടങ്ങളിലെ സഹായി, പിന്നെ എന്താ പഠിച്ച? പണ സപ്ലൈയുടെ നിയന്ത്രകൻ, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം, ധാർമ്മിക പ്രേരണ, പ്രത്യക്ഷ നടപടികൾ. ഇതൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് കുറച്ച് പോയിന്റ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നത് മാത്രം നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോ 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? രൂപീകൃതമാകുന്നത് കേട്ടോ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ആസ്ഥാനം, റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിൽ എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം വരുന്നത്, കേരളത്തിൽ കേട്ടോ. ഓക്കെ ആണോ? ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തില് മുദ്രണം ചെയ്ത മൃഗം ഏതാണ്? ചിഹ്നത്തില് മുദ്രണം ചെയ്ത മൃഗം കടുവയാണ് കേട്ടോ. വൃക്ഷം ഏതാ? വൃക്ഷം ഈന്തപ്പന അല്ലെ. വൃക്ഷം ഏതാണ്? എണ്ണപ്പന അല്ലെ. എണ്ണപ്പന. ഓക്കെ, പഠിച്ചല്ലോ. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആരാണ്?
ഓക്കെ, ആദ്യ ഗവർണർ ആരാണ്, രണ്ടാമത്തെ ഗവർണർ ആരാണ്, ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ പഠിച്ചവർക്കൊക്കെ റിവിഷൻ ആയില്ലേ. ആദ്യത്തെ ഗവർണർ ആരാണ്, രണ്ടാമത്തെ ഗവർണർ ആരാണ്. ഓക്കെ, മലയാളിയായ ഇന്ത്യക്കാരനായ ഗവർണർ ആരാണ്, ഇന്ത്യക്കാരനായ ഗവർണർ ആരാണ്, ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിയേ. ഓക്കെ, ഇനി കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ കറൻസി നോട്ടില് സൈൻ ചെയ്ത, കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ ഗവർണർ ആരാണ്, ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ കഴിയണം നിങ്ങൾക്ക് കേട്ടോ. പ്രഥമ അതേപോലെ തന്നെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ്. ഓക്കെ, ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണർ ആരാണ്, ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണർ ആരാണ്, ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്, കിട്ടിയോ, ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്. ആദ്യത്തെ ഗവർണർ ആരാണ്, ഓസ്ബോൺ സ്മിത്ത് ആണ് അല്ലെ, ഓസ്ബോൺ സ്മിത്ത്. ഓക്കെ, രണ്ടാമത്തെ ഗവർണർ ആരാണ്, രണ്ടാമത്തെ ഗവർണർ ആരാണ്, ജെയിംസ് ടൈലർ ആണ് അല്ലെ, ആരാണ്, ജെയിംസ് ടൈലർ ആണ്. ജെയിംസ് ടൈലറിന്റെ വിശേഷണം എന്താണ്, കറൻസിയിൽ ഒപ്പുവെച്ച ഗവർണറും ആരാണ്, ജെയിംസ് ടൈലർ ആണ് കേട്ടോ. ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ച ഗവർണർ ആരാണ്, ജെയിംസ് ടൈലർ ആണ്. ഇനി ഇന്ത്യക്കാരനായ ഗവർണർ ആരാ, CD ദേശ്മുഖ് അല്ലെ, CD ദേശ്മുഖ് ആണ്. അപ്പം ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്, രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടൈലർ തന്നെയാണ് കറൻസി നോട്ട്, ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ RBI ഗവർണർ വന്നിട്ട്. ഓക്കെ, ഇനി പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണൻ. ഇനി ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണർ ആരാ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണർ KJ ഉദ്ദേശി. ഓക്കെ, ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ, ഇന്ത്യൻ പ്രധാനമന്ത്രി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നു അദ്ദേഹം, പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. ആരാണ്, മൻമോഹൻ സിംഗ് ആണ് അല്ലെ, മൻമോഹൻ സിംഗ്. ഓക്കെ ആണോ. ഇനി ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണർ ആയിരുന്ന വ്യക്തി ആരാ, ഏറ്റവും കൂടുതൽ കാലം ബി രാമറാവു. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ വർഷം എപ്പോഴാണ്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. പഠിച്ചു വെക്കണം കേട്ടോ, സഞ്ജയ് മൽഹോത്ര. അതേപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാഴ്ച പരിമിതി ഉള്ളവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷന്റെ പേരെന്താ, മൊബൈൽ ആപ്ലിക്കേഷൻ. കാഴ്ച പരിമിതി ഉള്ളവർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ എന്താ മണി, മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. ഇനി ഇന്ത്യയിലെ ഡിജിറ്റൽ വൽക്കരണം വിലയിരുത്തുന്നതിനായിട്ട് RBI തയ്യാറാക്കുന്ന സൂചിക ഏതാണ്, ഡിജിറ്റൽ വൽക്കരണം. ഇന്ത്യയില് ഡിജിറ്റൽ വൽക്കരണം വിലയിരുത്തുന്നതിനായിട്ട് RBI തയ്യാറാക്കുന്ന സൂചിക ഏതാ, ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് കേട്ടോ, ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ്. ഓക്കെ, ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ്. RBI സ്റ്റാഫ് കോളേജ് എവിടെയാ, RBI സ്റ്റാഫ് കോളേജ് എവിടെയാണ്, RBI അക്കാഡമി എവിടെയാ, RBI അക്കാഡമി
RBI സ്റ്റാഫ് കോളേജ് ചെന്നൈ ആണ് കേട്ടോ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചെന്നൈ ചോദിച്ചിട്ടുണ്ട്. RBI അക്കാദമി മുംബൈ ആണ് കേട്ടോ. RBI അക്കാദമി മുംബൈ ആണ്. ഓക്കെ ആലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട്. അപ്പൊ SCERT ഞാൻ വ്യക്തമായിട്ട് അവിടെ തന്നിട്ടുണ്ട്. എന്തായാലും SCERT ചോദ്യങ്ങളായിരിക്കും കയറി വരിക കേട്ടോ. അതാണ് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞു തന്നത്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആയല്ലോ. അപ്പൊ ക്ലാസ്സിൽ ഇങ്ങനെ പോയാൽ മതിയല്ലോ അല്ലെ. ചോദ്യ കലവറ പറഞ്ഞിട്ട് ഹോട്ട് ഏരിയ എടുക്കുക, ഹോട്ട് ടോപ്പിക്സുകൾ, പ്രിയപ്പെട്ട വിഷയങ്ങൾ, പ്രിയപ്പെട്ട ഏരിയ PSCയുടെ എടുക്കുക. അതിൽ SCERTയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് അതിനകത്ത് പോയിന്റ് ഉണ്ടെങ്കിൽ അത് കൂടിയിട്ട് പറഞ്ഞതുകൊണ്ട്. ഓക്കെ ആണല്ലോ. ഈ ക്ലാസ് ഓക്കെ ആണല്ലോ അല്ലെ. ഇംഗ്ലീഷിന്റെ നല്ലതായിട്ട് ഇംഗ്ലീഷും മലയാളം ഒക്കെ വിശകലനം ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കൂടി എടുക്കാം കേട്ടോ. നല്ലോണം ഫീവർ മാറിയിട്ടില്ല, അതുകൊണ്ടാണ് സൗണ്ട് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് 2-3 ദിവസം ക്ലാസ്സുകളൊന്നും ഇല്ലാതിരുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് ചിലപ്പോൾ സൗണ്ട് കമ്മിയായിരിക്കാം, ക്ഷമിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സുകളിൽ നല്ല ഉഷാറായിട്ട് വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊണ്ടുപോകാം. താങ്ക് യു.